ويجيبون له ويقولون هل وضيت هذه اللبنة وأنا اللبنة وأنا خاتم النبيين. എൻ്റെയും പൂർവ്വ പ്രവാചകന്മാരുടെയും അവസ്ഥ ഇതാണ്. ഒരാൾ ഒരു മന്ദിരം പണി ചെയ്തു, വളരെ സുന്ദരവും മനോഹരവുമായൊരു മന്ദിരം. ആ കെട്ടിടത്തിൻ്റെ ഒരു മൂലക്കല്ല് അവിടെ ഒഴിച്ചു വെച്ചു. ആളുകൾ ആ കെട്ടിടം പ്രദക്ഷിണം വെക്കാൻ തുടങ്ങി. ആ കെട്ടിടം കണ്ട് ആളുകൾ അത്ഭുത പരതന്ത്രരായി. വയഖൂലൂന, ആളുകൾ പറയാൻ തുടങ്ങി, ഹല്ലാ ഉദിയത്ത് ഹാദിഹിൽ ലബിന, ഈ മനോഹരമായ കെട്ടിടത്തിന്റെ ഈ ഒരു മൂലക്കല്ല് കൂടി വെച്ചുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാത്തത് എന്താണ് എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനൽ ലബിന, ഞാനാണ് ആ മൂലക്കല്ല്. അന ഖാതമുൻ നബിയീൻ, ഞാൻ അവസാനത്തെ നബിയാണ്. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. 200-ൽ ചില്ലാനം ഹദീസുകൾ നമുക്ക് ഈ വിധത്തിൽ ഖാതമുൻ നബിയീൻ എന്ന് പറഞ്ഞ് ലാ നബിയ്യ ബഅദി എന്ന് വ്യക്തമാക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി പ്രവാചക ശൃംഖല അവസാനിച്ചു. പക്ഷേ ലോക അവസാനം വരെ ഇവിടെ മനുഷ്യർക്ക് മാർഗദർശനം ലഭിക്കണം. അത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. കാനത്ത് ബനു ഇസ്രായീല തസൂസുഹുമുൽ അംബിയാഉ കുല്ലമാ ഹലക നബിയ്യുൻ ഖലഫഹു നബിയ്യുൻ ഇല്ലാ അന്നഹു ലാ നബിയ്യ ബഅദി അന ഖാതമുൻ നബിയ്യീൻ സയകൂനു ഖുലഫാ. കാനത്ത് ബനു ഇസ്രായീല, പൂർവ്വ സമുദായങ്ങളായിരുന്നു തസൂസുഹുമുൽ അംബിയാഉ, പ്രവാചകന്മാരായിരുന്നു, അവർക്ക് നേതൃത്വം നൽകിയിരുന്നു. ഒരു പ്രവാചകൻ മരിച്ച് അവിടുത്തെ മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പ്രവാചകനെ അള്ളാഹു അയച്ചിരുന്നു. കുല്ലമാ ഹലക നബിയ്യുൻ ഖലഫഹു നബിയ്യുൻ, ഒരു നബി വഫാത്തായാൽ ഉടനെ തന്നെ മറ്റൊരു നബി അതിൻ്റെ പിന്നാലെ വരും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. വഅന ഖാതമുൻ നബിയ്യീൻ, ഞാൻ അവസാനത്തെ നബിയാണ്. പിന്നെ എന്ത് സംഭവിക്കുമെന്നല്ലേ, സയകൂനു ഖുലഫാഉ, ഇവിടെ ഖുലഫാ ഉണ്ടാവൂ എന്ന് പറഞ്ഞു. ഖുലഫാ, നബിമാരുടെ ഖുലഫാ, പ്രതിനിധികൾ ഉണ്ടാകും, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആരാണ് ആ ഖുലഫാ? അത് അവിടുന്ന് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അൽ ഉലമാഉ, അൽ ഉലമാഉ ഖുലഫാഉൽ അംബിയായി, അവരാണ് അംബിയാഇന്റെ ഖുലഫാ. അംബിയാഇന്റെ ഖുലഫാ അതാരാണ്? ഉലമാ. ആ ഉലമാ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചതാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗമായിക്കൊണ്ടേയിരിക്കും, ളാഹിരീന, സകല അസത്യങ്ങളെയും ജയിച്ചടക്കുന്നവർ, അലൽ ഹഖ്, സത്യം കൊണ്ട്, അലാക്ക് ബാവിൻ്റെ മേന, അലൽ ഹഖ്, സത്യം കൊണ്ട് അസത്യങ്ങളൊക്കെ അടിച്ചമർത്തുന്ന, ജയിച്ചടക്കുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹത്താ യഅതിയ അംറുല്ലാഹ്. ആരാണ് ആ വിഭാഗം? അത് അൽ ഉലമാ ആണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തറപ്പിച്ച് പറയുന്നു, അത് അൽ ഉലമാ. അതിനവിടുന്ന് ഇമാം ബുഖാരി തങ്ങൾ കാരണം പറയുന്നത്, ഈ ഹദീസിന്റെ പല തുറുക്കുകളും ആരംഭിക്കുന്നത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു എന്ന ഹദീസ് കൊണ്ടാണ്. അപ്പോൾ ഉറപ്പാണ് ഈ വിഭാഗം ആരാണ്? ഉലമാ ആണ് എന്ന്. അപ്പൊ അൽ ഉലമാ, ഉലമാ പല വിധത്തിലുമുണ്ട്. അൽ ഉലമാ അതാരാണ്? ഉലമാ പല വിധത്തിലുള്ള ഉലമാ ഉണ്ട്. ഉലമാഉൽ ആഖിറത്ത്, ആ വിഭാഗത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സന്തോഷ വാർത്ത അറിയിച്ചത്. ഖിയാമത്ത് നാൾ വരെ അവരുണ്ടാകും, സംശയമില്ല. അവര് അൽ ആലിമു നബിയ്യുൻ ലം യൂഹ ഇലൈഹി, ആ ആലിമു നബിയാണ്, നബി തന്നെ, പക്ഷെ ലം യൂഹ ഇലൈഹി, വഹി അറിയിക്കപ്പെടുന്നില്ല. വഹിയ് മുങ്കത്തിയായി പോയിരിക്കും, വഹിയും റിസാലത്തും മുങ്കത്തിയായി പോയിരിക്കുന്നു, വഹി ഇറങ്ങുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഖാതമുൻ നബിയ്യീൻ എന്ന് പറഞ്ഞല്ലോ, വഹി ലഭിക്കാത്ത നബിമാർ. അതേ അവസരം 1.25 ലക്ഷത്തോളം വരുന്ന പരിശുദ്ധാത്മാക്കൾക്ക് ലഭിച്ച വഹികളൊക്കെ പഠിച്ച ആളുകൾ, വലിയ സ്ഥാനമുള്ളവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉലമാഉൻ. അൽ ഉലമാഉ വറസത്തുൽ അംബിയ, നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഹദീസ് ഓതുകയുണ്ടായി. ഉലമാഉ ഉമ്മത്തി ക അംബിയാഇ ബനി ഇസ്രായീൽ, എൻ്റെ സമുദായത്തിലുള്ള ഉലമാ
ഇസ്രായേൽ സമുദായത്തിലുള്ള നബിമാർക്ക് തുല്യരാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്ത് സ്ഥാനമാണ് ഈ ഉലമാഇന് ലഭിക്കാനുള്ളത്? ബനു ഇസ്രായേൽ സമുദായത്തിലുള്ള പ്രവാചകന്മാർക്ക് തുല്യമാണ് എൻ്റെ സമുദായത്തിലുള്ള ഉലമാ. വലിയ സ്ഥാനം ആണ് അവർക്ക് ലഭിക്കേണ്ടായത്, വലിയ മഹത്വമുള്ള സ്ഥാനം. ആ ഉലമാ, അതാണ് യഥാർത്ഥ ഉലമാ. ഇനി ഉലമാക്കളുടെ കൂട്ടത്തിൽ മറിച്ചുമുണ്ട്. നേരത്തെ മഹാനായ ഉസ്താദ് അവറുകൾ ഇവിടെ വേറെക്കുമ്പോൾ ഒരു തരം ഉലമാഇൻ്റെ ഷർറിനെ തൊട്ട് കാവലിനെ ചോദിക്കുകയുണ്ടായി, നമ്മൾക്കൊക്കെ വേണ്ടി. ഉലമാഉസുവിൻ്റെ ഫിത്നയെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു എന്ന് ഉസ്താദ് ദ്വാരക്ക് നമ്മളൊക്കെ ആമീൻ ചെല്ലുകയും ചെയ്തു. ഇക്കാലത്ത് ഏറ്റവും ആവശ്യമായ ദുആ. എല്ലാവരും ഇൽമിൻ്റെ അഹ്ലുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും മനപ്പാടമുള്ള ഹദീസ്, പലപ്പോഴും ഉറുദിയിലും ബാദിലൊക്കെ ഹദീസ് ഓതും, പക്ഷെ ഹദീസ് പൂർത്തിയായി ഓതലില്ല. യൂശിക്കു അൻ യഅ്തിയ അലൈക്കും സമാനും, അല്ലേ? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. എൻ്റെ അപ്പുറം അധികം ഓതലില്ല, അല്ലേ? എൻ്റെ അപ്പുറത്തെ ഹദീസ് എന്താണ്? ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ മഅദല്ലാഹ് 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 മിൻഹും തഖ്റുജുൽ ഫിത്നത്തു വഇലൈഹിം തഊദ്. ഒരു കാലം വരാനുണ്ട്, ദുഷിച്ച കാലം. ഇസ്ലാം പേരല്ലാതെ ബാക്കിയുണ്ടാവുകയില്ല. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയുള്ള കുറേ പേരുകൾ, അതിനൊന്നും തന്നെ ഹക്കീക്കത്തില്ല. ചിലപ്പോൾ അതൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടാകും, അതിനൊക്കെ ഹക്കീക്കത്തില്ല. അതിനൊക്കെ യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ വേറെ ഒരു പണി മനസ്സിലാക്കാനുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുക. പേര് വെറും ഇത്തരം പേരുകൾ, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് തുടങ്ങിയുള്ള പേരുകൾ മാത്രം. അതുപോലെ ഖുർആൻ, അതിൻ്റെ എഴുത്തുകൾ മാത്രം, മനോഹരമായ എഴുത്തുകൾ, അല്ലേ? ഏതെല്ലാം വിധത്തിലുള്ള എഴുത്തുകൾ മാത്രം. ആ ഖുർആൻ്റെ ഇൽമ് അതൊന്നും ബാക്കിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ. മസാജിദുഹും ആമിറത്ത്, അവരുടെ പള്ളികൾ അലങ്കൃതമായ പള്ളികൾ. ഹദീസിൻ്റെ തഫ്സീർ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. എങ്ങനെയുള്ള പള്ളികളാണ് എന്ന് ഹദീസിൻ്റെ തഫ്സീർ വായിച്ചാൽ ഞെട്ടിപ്പോകും. വരാൻ പോകുന്ന ചില പള്ളികൾ. മസാജിദുഹും ആമിറത്ത് വഹിയ ഖറാബും മിനൽ ഹുദാ. ആ പള്ളികളൊക്കെ ഹുദയെ സംബന്ധിച്ചിടത്തോളം ശൂന്യമാണ്. ഹുദയില്ല. ഹുദ വേണമെങ്കിൽ എന്ത് വേണോ? ഹുദാത്ത് വേണ്ടേ? ആ പള്ളിയിൽ ഹാദി വേണമല്ലോ, എങ്ങനെയെങ്കിലേ ഹിദായത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പം വഹിയ ഖറാബും മിനൽ ഹുദാ, ഹുദയെ സംബന്ധിച്ചിടത്തോളം അത് ശൂന്യമാണ്. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. മയന വെക്കാൻ പേടിയാവും. അള്ളാഹു കാക്കട്ടെ. ആകാശത്തിൻ്റെ ചുവട്ടിൽ എന്തെല്ലാം ജീവികളാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം ജീവികളുണ്ട് ഈ ആകാശത്തിൻ്റെ ചുവട്ടിൽ. ആ ജീവികളിൽ നിന്നെല്ലാം ഏറ്റവും മോശമായവർ എന്നാണ് പറഞ്ഞത്. അല്ലാഹു കാക്കട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ സമാനിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അഹ്ലുൽ ഇൽമ്, ഇൽമിൻ്റെ അഹ്ലുകാർ, ഉസ്താദുമാർ, മുഅല്ലിമുകൾ, മുതഅല്ലിമുകൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞത്. വളരെ സൂക്ഷിക്കേണ്ട ഒരവസ്ഥ. മിൻഹും തഖ്റുജുൽ ഫിത്നത്തു, അവരിൽ നിന്നാണ് ഫിത്ന പുറത്തു വരുന്നത്. വഇലൈഹിം തഊദ്, അവരിലേക്ക് തന്നെ ഫിത്ന തിരിച്ചു പോവുകയും ചെയ്യും. അല്ലാഹു കാക്കട്ടെ. അപ്പം ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഉലമാ ഉസൂ, ആ കൂട്ടത്തിൽ ഇൽമിൻ്റെ അഹ്ലുകാരൊന്നും പെട്ടുപോകരുത്. അല്ലാഹു കാക്കട്ടെ. അതിനുള്ള മാർഗമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഈ മഹത്തായ സ്ഥാപനം. ഈ സ്ഥാപനത്തെക്കുറിച്ച് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, നമ്മുടെ മഹാന്മാരായ നേതാക്കളായ ഉസ്താദുമാർ, ആ മുമ്പുള്ള ആ പാത, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ആശയാദർശങ്ങൾ, അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച ആരെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കലുണ്ട്. സ്കോളർഷിപ്പിന് അപേക്ഷ വന്നാൽ പരിശോധിച്ച് നോക്കൂ, ഇതാരാണ്.
കാരണം ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ കോളേജിൽ നിന്ന് വരുന്നതൊക്കെ പരിശോധിച്ച് നോക്കലുണ്ട്. ചപ്പാരപ്പടവ് കോളേജിൽ നിന്ന് വന്നാൽ ഞാൻ പറയും അത് പരിശോധിക്കണ്ട, അത് കൂടുതലൊന്നും ചിന്തിക്കണ്ട, മുത്താലിമ്യങ്ങളെ പേരും അത്ര എഴുതിയെടുത്താൽ മതി. ആ നിലക്ക് ഇൻഷാ അല്ലാഹ് 250ഓളം മഹാത്മാക്കളായ പണ്ഡിതന്മാർ ഇവിടുന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇത് പുറത്ത് വന്നിട്ട് മറ്റേതെങ്കിലും സ്ഥാപനങ്ങളെ പോലെയല്ല, ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. ഈ സ്ഥാപനവുമായുള്ള ബന്ധം, മഹാനായ ഉസ്താദുമായുള്ള ബന്ധം അതൊരിക്കലും വിട്ടുപോവുകയില്ല. അതാണ് വേണ്ടത്, അതാണ് നമുക്ക് ആവശ്യം. മഹാനായ ഉസ്താദുമായുള്ള ബന്ധം ഈ സ്ഥാപനത്തിൽ ഒരു പ്രത്യേകതയാണ്. ഈ സ്ഥാപനത്തിൽ പ്രത്യേകം പ്രാധാന്യം നൽകുന്നു ഇൽമു തസവ്വുഫിന്. ഇല്ലേ, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൽമു തസവ്വുഫിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാപനമാണ്. എന്താണ് ഇൽമു തസവ്വുഫ്? ഇൽമു തസവ്വുഫ് ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി ഓറെ കൗലെടുത്ത് വായിച്ചാൽ പിന്നെ ആരും ഒന്നും എതിര് പറയില്ല. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 200-ലധികം അല്ല കൂടുതൽ നിർവചനങ്ങൾ അതിന് നൽകിയിട്ടുണ്ട്. തസവ്വുഫ് ഇൽമുൻ തുഅറഫു ബിഹി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസി വ തസ്ഫിയത്തിൽ അഖ്ലാഖി വ തഅമീരിൽ ലാഹിരി വൽ ബാത്തിനി ലിനൈലി സആദത്തിൽ അബദിയ. നല്ലൊരു താരീഫാണ്. ആത്മപരിഷ്കരണം, സ്വഭാവ സംസ്കരണം, ഉള്ളും പുറവും കേട് തീർത്ത് നന്നാക്കൽ. ഇവിടെ തഅമീറിൻ്റെ ഇവിടുത്തെ മയന അങ്ങനെയാണ്, കേട് തീർത്ത് നന്നാക്കൽ. അങ്ങനത്തെ ഒരു ഇൽമ്. എന്തിന്? ലിനൈലി സആദത്തിൽ അബദിയത്തി, ശാശ്വതമായ വിജയം നേടിയെടുക്കാൻ വേണ്ടി. ഈ ഇൽമ് കൂടാതെ കഴിയാത്തതാണ്. ചില അറിഞ്ഞുകൂടാത്തവർ ചോദിക്കും, ഇൽമു തസവ്വുഫ് തരീഖത്ത് അതൊക്കെ നബിൻ്റെ കാലത്തുണ്ടോ? ഉണ്ടോ? സഹാബത്തിൻ്റെ കാലത്തുണ്ടോ? സലഫീങ്ങളുടെ കാലത്തുണ്ടോ എന്നൊക്കെ ചോദിക്കും. പാവങ്ങളെ എന്താ ചെയ്യുക? ഇൽമു തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടോ? ഇൽമുൽ ഹദീസ് ഉണ്ടായിരുന്നോ? ഇൽമുൽ ഫിഖ് അങ്ങനെ ഒരു ഇൽമുണ്ടായിരുന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്? ഇൽമുൻ നഹ്വ്, ഇൽമു സർഫ് ഇതൊക്കെ ഉണ്ടായിരുന്നോ? എന്താണ് ഉണ്ടായിരുന്നത്? അപ്പൊ അതൊക്കെ അംഗീകരിക്കുന്നില്ലേ? അത് തന്നെയാണ് ഇൽമു തസവ്വുഫ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്നില്ലേ? ഇൽമുൻ തുഅറഫു ബിഹി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസി വ തസ്ഫിയത്തിൽ അഖ്ലാഖി വ തഅമീരിൽ ലാഹിരി വൽ ബാത്തിനി ലിനൈലി സആദത്തിൽ അബദിയ. ഈ ഇൽമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലെങ്കിൽ പിന്നെ എന്ത് ഇൽമാണ് ഉണ്ടായിരുന്നത്? അതിനാണ് തസവ്വുഫ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ദീനിൻ്റെ റുക്കിനാണ് തസവ്വുഫ് തരീഖത്ത്. ദീനിൻ്റെ റുക്കിന് മഹാത്മാക്കൾ എഴുതുകയാണ് അർക്കാനുദ്ദീനി സലാസത്ത്. ദീനിൻ്റെ റുക്കിനുകൾ, അതിൻ്റെ ഘടകങ്ങൾ 3: ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. അല്ലേ? ഇത് 3നെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. എന്താ ഇസ്ലാം? അവിടുന്ന് വിവരിച്ചു കൊടുത്തു. എന്താ നബി ഈമാൻ? അതും പറഞ്ഞു കൊടുത്തു. എന്താണ് ഇഹ്സാൻ? അതും പറഞ്ഞു കൊടുത്തു. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വന്ന് ചോദിച്ചു പോയാൾ ആരാണെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്തിനാണ് അദ്ദേഹം വന്നത്? ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി. ഇത് 3 അല്ലേ? ചോദ്യോത്തരത്തിലൂടെ ഇവിടെ പഠിപ്പിച്ചത് ആ 3 അല്ലേ? ആ 3 ദീന്. അതാണ് ഏത്? ഇഹ്സാൻ. അതുകൊണ്ടാണ് മഹാത്മാക്കളായ ഉലമാക്കൾ എഴുതുന്നത് ഫമൻ അഖല്ല ബിൽ ഇഹ്സാൻ, ആരെങ്കിലും ഇഹ്സാന് വൈകല്യമുണ്ടാക്കി, ഇസ്ലാം ഈമാൻ അത് അംഗീകരിച്ചു, ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക, ഇഹ്സാൻ. എന്നാൽ ഫമൻ അഖല്ല ബിൽ ഇഹ്സാനി, ഇഹ്സാന് വൈകല്യമുണ്ടാക്കി. അല്ലത് എങ്ങനത്തെ ഇഹ്സാൻ? ഹുവ തരീഖത്തു, അതിനാ തരീഖത്ത് എന്ന് പറയുന്നത്. ഈ ഇഹ്സാനാണ് തരീഖത്ത്. എന്നാ ഫദീനുഹു നാഖിസുൻ ബിലാ ശക്കിൻ, ഒരു സംശയവുമില്ല അവന്റെ ദീൻ നാഖിസാണ്, പൂർണ്ണമല്ല അവന്റെ ദീൻ. ലിതർക്കിഹി റുക്നൻ മിൻ അർക്കാനിൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ 3 ഘടകങ്ങളിൽ ഒന്നിനെ ഓൻ ഉപേക്ഷിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഓന്റെ ദീൻ നാഖിസാണ്. അതുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് അദ്ദുഖൂലു മഅ സൂഫിയത്തി, ഈ തസവ്വുഫിന്റെ അഹ്ലുകാരായ ഹൃദയം തെളിഞ്ഞ ഈ സൂഫിയാക്കളോടൊപ്പം
ആ തരീഖത്തിൽ പ്രവേശിക്കല് ഫറളു ഐനിൻ, ഫറളു ഐനാണ് ഗസാലി ഇമാമ പറയുന്നത്. ഇത് ഫറളു ഐനാണ്. ഈ തരീഖത്തില് മഹാന്മാരായ മശായിഖുമാരോടൊപ്പം ഈ തരീഖത്തിൽ പ്രവേശിക്കല് ഫറളു ഐനാണ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ കടമയാണ്. ആരും അതിൽ നിന്ന് ഒഴിവല്ല. മുസ്ലിമീങ്ങൾ മുഴുവനും അവർക്കിത് ഫറള് ഐനാണ്. ഇല്ലേ ഫറള് ഐന് എന്ന് പറഞ്ഞാൽ മയന നിസ്കാരം നോമ്പൊക്കെ പോലെ ഫറള് ഐനാണ്. എന്നിട്ട് മഹാൻ എഴുതുകയാണ്, ഇത് ലാ യഖ്ലു അഹദും മിൻ ഐബ് ന്യൂനത, അമലുകളിലൊക്കെ വരുന്ന ന്യൂനത, വൈകല്യം, ഇതിൽ നിന്നൊക്കെ ഒഴിവാകുകയില്ല ഇല്ലൽ അംബിയാഉ അലൈഹിമുസ്സലാത്തു വസ്സലാം. അപ്പം എല്ലാവരും ഈ ഇൽമിൽ പ്രവേശിച്ചു കൊള്ളണം. മഹാനായ അബുൽ ഹസനു ശാദിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവറുകൾ പറയാണ്, മല്ലം യതവൽ ഫീ ഇൽമിനാ ഹാദാ മാത മുസിറൻ അലൽ കബായിരി വഹുവ ലാ യശർ. അവനതറിയില്ല. കാരണം ഫഅയ്യു ശഖ്സിൻ യസൂമു വയഅജ്, ആരാണ് നോമ്പ് നോക്കും, റുജ്ബ് അവനെ പിടികൂടാതിരിക്കുക എപ്പോഴാണ്? ആരാണ് അങ്ങനത്തെ? നിസ്കരിക്കും, എന്നിട്ട് റുജ്ബ് അവനെ പിടികൂടുകയില്ല. ആരറിഞ്ഞു അങ്ങനത്തെ ആരാണുള്ളത് എന്നൊക്കെ പറയുകയാണ്. എന്തായി റുജ്ബ്, റിയാഹ്, കിബർ, അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ ഇൽമിൽ പ്രവേശിച്ചു കൊള്ളേണ്ടതാണ്. അപ്പം നമ്മൾ എവിടെ എത്തിച്ചേർന്നത്? ഓരോരുത്തർക്കും ഫറള് ഐനായ ഇൽമ്, ആ തസവ്വുഫ്, അതിന് വലിയ പ്രാധാന്യം ഇവിടെ നൽകുന്നു എന്നുള്ളതാണ്. ആ പ്രാധാന്യം നൽകൽ ഇത് വളരെ ശ്രദ്ധിക്കണം. ചിലത് ചോദിക്കലുണ്ട്, നമുക്ക് ഈ മറ്റ് കിതാബൊക്കെ ഇല്ലേ, അതെല്ലാം നോക്കി മുത്താലയ ചെയ്തിട്ട് അങ്ങനെ പഠിച്ചിട്ടങ്ങ് ജീവിച്ചാൽ പോരെ? മഹാബദ്ധാണ്, അതൊന്നും പോരാ. പിന്നെന്ത് വേണം? ഫസുഹ്ബത്തു ശൈഖി വൽ ഇഖ്തിദാഉ ബിഹി വാജിബുൻ, വാജിബാണെന്ന് വെറുതെ പറയല്ല. വൽ അസ്ലു ഫീഹി ഖൗലുഹു തആല വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ. അങ്ങനെ ഇവിടുന്നൊക്കെ വായിച്ച് നടന്നാലൊന്നും പോരാ. പിന്നെ എന്ത് വേണം? ഒരു ശരിയായ ശൈഖ് മുഖേനയായിരിക്കണം ഈ ഇൽമ് പഠിക്കുന്നത്. ആ ശൈഖുമായി ബയ്യത്ത് ചെയ്യുകയും അങ്ങനെ അവിടുത്തെയുമായുള്ള ആ ബന്ധം വിടാതെയും മുന്നോട്ട് പോകണം. എന്നാലേ ഈ ഇൽമ് നിലനിർത്താനും, അതുപോലെ തന്നെ ഈ ദീനിൻ്റെ മൂന്നിലൊരു ഭാഗമായ ഈ ഒരു റുക്കിന് ഇവിടെ നിലനിർത്താനും സാധിക്കുകയുള്ളൂ. ആ കാര്യം കൂടി നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മഹത്വം വളരെ വ്യക്തമാകുന്നത്. വളരെ ആവശ്യമായത്, ഈ കാലത്ത് വളരെ ആവശ്യമായതാണ് ഈ ഇൽമു, നമ്മുടെ ഈ സ്ഥാപനവും. ഞാനിവിടെ സ്റ്റേജിലിരിക്കുമ്പോൾ നമ്മുടെ ഈ സപ്ലിമെൻ്റ് എൻ്റെ കയ്യിൽ കിട്ടി. മഹാനായ ഉസ്താദ് അവരുടെ സന്ദേശം, അതാണ് ഞാൻ ആദ്യം വായിച്ചത്. ഇസ്ലാം ദീൻ തസ്കിയത്തിൻ്റെ ദീനാണ്, മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതായ ഒരു വസ്തുവാണത്. തസ്കിയത്ത് എന്നാൽ മനുഷ്യൻ്റെ നഫ്സിനെ കീഴ്പ്പെടുത്തുക എന്നാണ്. അഥവാ നമ്മുടെ തടിയെയും മനസ്സിനെയും നമ്മുടെ ആത്മാവിന് കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നതാകുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളായിക്കൊണ്ട് ജീവിക്കുക, നമ്മളെ നിയന്ത്രിക്കുക. ദിവസങ്ങളോളം വ്യാഖ്യാനിച്ച് പ്രസംഗിക്കാൻ സാധിക്കും. ആ ഏതാനും വാക്കുകൾ മതി. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. എന്താണ് ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ നമ്മളായിക്കൊണ്ട് ജീവിക്കുക, നമ്മളെ നിയന്ത്രിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. എല്ലാം അലങ്കോലപ്പെട്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഒരുപാട് ഹദീസുകൾ ഇന്നത്തെ ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകൾ, എത്രത്തോളം എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഇന്ന് നടക്കുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വ്യഭിചാരം വർദ്ധിക്കും, എന്നിട്ട് പരസ്യമായ സദസ്സിൽ വെച്ചത് നടക്കും. ഇത് ഈ സദസ്സിൽ മുമ്പിന്ന് ചെയ്യല്ല, ആരും കാണാത്തടുത്ത് പോയിട്ട് എന്നായിരിക്കും പറയാൻ സാധിച്ചാൽ അവിടെ ഹദീസിലുള്ള ലഫ്ദ് നോക്ക്, ഫദാക ഫീഹിം കഅബീ ബക്കറിൻ വഉമർ റളിയല്ലാഹു അൻഹുമ. അന്നത്തെ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഇപ്പറഞ്ഞ മനുഷ്യൻ പരസ്യമായി ചെയ്യരുത്, ദൂരെ വേറെ എവിടെയെങ്കിലും കൊണ്ട് പോയിട്ട് കാണാതെ ചെയ്യുന്ന ആർക്കെങ്കിലും പറയാൻ സാധിച്ചാൽ അവനാണ് അക്കാലത്തെ അബൂബക്കർ, അക്കാലത്തെ ഉമർ റളിയല്ലാഹു അൻഹുമ.
ഈ സംഭവം ഈ പരസ്യമായ സദസ്സിൽ വെച്ചുള്ള വ്യഭിചാരം ഇവിടെ തുടങ്ങിയില്ലേ? പത്ര റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലില്ലേ? ഈ സദസ്സിൽ വായിക്കാൻ ലജ്ജിക്കുന്നു, ഞാനത് വായിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫമൻ അദ്റക ദാലിക സമാൻ, ആ കാലത്തെ ആരെങ്കിലും കണ്ടെത്തിച്ചാൽ ഫഉമർ ബിൽ മഅറൂഫി, നല്ലത് ഉപദേശിക്കണം, വൻഹാനിൽ മുങ്കരി, ചീത്തയെ വിരോധിക്കണം. അങ്ങനെ ചെയ്താൽ ഫലഹു, അവനുണ്ട് അജ്റു 50, 50 ആളുകളുടെ കൂലി. മിമ്മൻ സഹിബനി വആമന ബി വസദ്ദഖനി, എന്നോട് സഹവസിച്ചു, എന്നിൽ വിശ്വസിച്ചു, എന്നെ വാസ്തവമാക്കിയ സഹാബികളുണ്ടല്ലോ, അവരിൽ 50 ആളുകളുടെ സ്ഥാനം അവന് കിട്ടുമോ? സഹാബിയുടെ സ്ഥാനം ആർക്കെങ്കിലും കിട്ടുമോ? സഹാബി എന്നുള്ള സ്ഥാനം വേറെ ആർക്കും കിട്ടുകയില്ല, അതൊരു പ്രത്യേക സ്ഥാനമാണ്. പക്ഷെ 50 ആളുകളുടെ പ്രതിഫലം അള്ളാഹു അയാൾക്ക് കൊടുക്കും. അങ്ങനത്തെ അവസ്ഥയിലെത്തും എന്ന് അവിടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുങ്കർ അത് തീരെ നടക്കാത്ത ഒരു കാലം. എന്താണ് ഈ കാലത്തിൻ്റെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇദാ ഫഅലത്ത് ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദിഹിൽ ഖിസാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് ഇക്കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ, കുറച്ച് കാര്യം താഴെ പറയുന്നുണ്ട്. ഫൽ ഹർബൽ ഹർബ, ഓടിക്കോ ഓടിക്കോ, നിൽക്കാൻ കഴിയില്ല, ജീവിക്കാൻ മാർഗയില്ല. എന്തെന്ന്? ഇദസ്തഗന റിജാലു ബിർരിജാലി വന്നിസാഉ ബിന്നിസായി. പാർലമെന്റിലൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരോധിക്കപ്പെട്ട നാട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്ത്യയിലും അത് എടുത്തു കളയാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമല്ലേ. ഒരു 15 കാര്യം തുടർച്ചയായി എണ്ണി പറയുക. അതെല്ലാം നോക്കുമ്പോൾ ഇവിടെ പുലർന്നു കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും വേണ്ടത് അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുങ്കർ. അത് തീരെ ഇല്ലാത്തൊരു കാലമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുങ്കർ. അതാണ് മഹാനായ ഉസ്താദ് അവറുകൾ ആ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നത്. എത്ര പ്രധാനപ്പെട്ടത്! ഉമർ റളിയല്ലാഹു അൻഹു സ്വഭംസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നിൽ നിന്ന് കഠാരി കൊണ്ട് കുത്തി വീണു. രക്തം ധാരധാരയായി പ്രവഹിക്കുകയാണ്. ബോധരഹിതനായി, ബോധമില്ല. കുറേ കഴിഞ്ഞ് ബോധം വന്നതിന് ശേഷം സ്വഭംസ്കരിക്കുകയാണ്. നിസ്കാരം എന്തായി എന്ന് അന്വേഷിച്ചു. അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്തു. ഉടനെ അന്നുള്ള വൈദ്യന്മാരെ കൊണ്ടാന്നു. ആ മുറിയൊക്കെ തുന്നിക്കെട്ടി. എന്നിട്ട് കുറച്ച് പാല് കൊണ്ടുവരാൻ പറഞ്ഞു. പാല് കൊണ്ടുവന്നു. ആ പാല് വായയിൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഈ പാല് ഈ മുറിയിൽ കൂടി പുറത്തു വരുന്നുണ്ടോ എങ്കിൽ ഇദ്ദേഹം ജീവിച്ചിരിക്കുകയില്ല, അല്ലെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പാല് കൊടുത്തപ്പോൾ ആ പാല് പൂർണ്ണമായും മുറിയിൽ കൂടി ഇങ്ങോട്ട് പുറത്തു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചില്ലേ ഇനി ഈ ലോകത്ത് ജീവിതമില്ല എന്ന്? ഉറപ്പിച്ചു. ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഖബറിൻ്റെ സ്ഥലം അന്വേഷിച്ചു കൊണ്ടയച്ചു. ആ സംഭവമൊക്കെ എല്ലാവരും അറിയുന്നതല്ലേ. അങ്ങനെ സക്കറാത്തുൽ മൗത്തിൽ മരണം ഉറപ്പിച്ച് കിടക്കുകയാണ് ആ മഹാൻ. ആ സന്ദർഭത്തിൽ അടുത്ത് കുറച്ച് ദൂരെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, തുണി കയറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു. തുണി നെരിയാണി വിട്ട് താഴ്ന്നിട്ടുണ്ട്, അത് കയറ്റി കൊടുക്കുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, നോക്കൂ, അതാണ് അവസ്ഥ. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? അംറും ബിൽ മഅറൂഫ് എന്ന് പറയുന്ന ആ നഹിയുൻ അനിൽ മുങ്കർ അത് തീരെ പോയിപ്പോയി. ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നന്നാകാനുള്ള ഒരൊറ്റ മാർഗം എന്താണ്? നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ് മഹാനായ ഉസ്താദ് അവറുകൾ. ഞാനത് മുഖത്ത് നോക്കി പറയുക, അങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല. പക്ഷേ മുഖത്ത് നോക്കി പറയൽ ഉജൂബാണ്. ആരെങ്കിലും ഉസ്താദുമാരല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിടില്ല. മുഖത്ത് നോക്കിയിട്ട് പറയൽ ഉജൂബാണ്. കാരണം നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ ഒരാളാണ്. അത് പിന്നെ മുമ്പിലുണ്ടായാൽ പിന്നെ മുഖത്ത് നോക്കിയിട്ടല്ലാതെ പിന്നെ എവിടുന്നാ പറയൽ? നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ ഒരാൾ, ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഉസ്താദ് അവരുടെ സിൽസില പറയുകയുണ്ടായി അല്ലേ? കണ്യാല ഉസ്താദ്, അത് ആർക്കും ആ കാര്യത്തിൽ ഉറപ്പുണ്ടാവില്ല. 2ന്റെ പകുതി 1 എന്നതുപോലെ ഉറപ്പാണ് കണ്യാല ഉസ്താദ്. പിന്നെ ഒരു മുർഷിദായ ഷെയ്ഖാണ്, മുറബിയായ ഷെയ്ഖാണ്, അള്ളാഹിൻ്റെ വലിയാണ് എന്നുള്ളത് 2ന്റെ പകുതി 1 എന്നതുപോലെ ഉറപ്പാണ്. ആ മഹാനായ ഷെയ്ഖിൻ്റെ ഖലീഫയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ നമുക്കെന്താണ് ഉറപ്പിക്കുന്നതിന്? അപ്പോൾ നമുക്ക് വുജൂബാണ് എന്തേ
ഒരു മുറബിയായ ഷെയ്ഖിൻ്റെ പിന്നിൽ കൂടൽ, അദ്ദേഹത്തിൻ്റെ ആ ശിക്ഷണം അനുസരിച്ച് തന്നെ നീങ്ങുക എന്നുള്ളത്, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമാണ്. അത് എല്ലാവർക്കും ഫറള് ഐനാണ് എന്നാണ് ഗസാലി ഇമാം പറഞ്ഞത്, ഫറള് ഐൻ. അപ്പോൾ എല്ലാവരും നമ്മൾക്ക് അള്ളാഹു തന്ന ആ മഹാഭാഗ്യം പലരും ഒളിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ എല്ലാവരെയും ഒളിപ്പിച്ച് വെച്ചാൽ പറ്റൂലല്ലോ, അള്ളാഹ്ക്കറിയാലോ. അങ്ങനെ ചിലരെ നമുക്ക് അള്ളാഹു വെളിവാക്കി തന്നാണ്, അതിൽ സംശയമില്ല. അല്ലെങ്കിൽ ഈ ദീൻ ഇവിടെ നിലനിൽക്കുകയില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ദീൻ ഇവിടെ നിലനിർത്തും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തത്. ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അത് ശരിക്ക് മനസ്സിലാക്കി എല്ലാവരും ഈ സന്ദർഭത്തിൽ എല്ലാവരോടും ഉപദേശിക്കുകയാണ്. നേരെ മഹാനവറുകളുടെ അടുത്ത് നിന്ന് കിതാബ് ഓതി സെനത് വാങ്ങിയ 200-ൽ ചില്ലാനം ആളുകൾ, അവർ മഹാഭാഗ്യവാന്മാരാണ്. അവരൊരിക്കലും തന്നെ ഉസ്താദ് അവറുകളെ വിടരുത്. കാരണം നിങ്ങളെല്ലാം ഭാവിയിൽ ഇവിടെ ഈ സമുദായത്തെ നിയന്ത്രിക്കേണ്ടവരാണ്. ഈ സമുദായത്തെ നിയന്ത്രിക്കാൻ അത്തരം ആലിമീങ്ങൾക്ക്, ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്ക്, അവരുടെ ശിക്ഷണം നേടിയ ആളുകൾക്കല്ലാതെ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു പരമാർത്ഥം മാത്രമാണ്. ഇവിടെ ദീൻ നടത്തിപ്പുകാരൊക്കെ പലരുമുണ്ട്. അവരുടെയൊക്കെ സംബന്ധിച്ച് ഒരു ശരിയായ പോസ്റ്റ്മോർട്ടം നടത്തിയാലാണ് നമുക്ക് കാര്യം തിരിയുക. അള്ളാഹു കാക്കട്ടെ. നമുക്ക് ഉസ്താദ് അവരുടെ ആദ്യത്തെ ദുആ മതി, ഇനിയും ദുആരക്കും. അതുപോലെയുള്ള മഹാന്മാരുടെ ദുആ കൊണ്ട് മാത്രമാണ് ഈ ലോകം ഇവിടെ ബാക്കിയാകുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ എല്ലാവരും ഉള്ളഴിഞ്ഞ് സഹായിക്കണം. അള്ളാഹു ചെയ്ത വലിയ നിഅമത്ത്, വലിയ വലിയ ഹോജാക്കൾ നേതാക്കളെയൊക്കെ കൊണ്ടുവന്നാൽ ഇത്ര ആളെ കൂട്ടാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ഒന്നുമില്ല. ഉസ്താദ് അവറുകളുടെ ആ ദുആ മാത്രം ആശിച്ചു വരുന്നത്. അത് സ്വാഗത പ്രാസംഗം പറഞ്ഞതുപോലെ ഉദ്ഘാടനം കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ നാട്ടിലേക്കുള്ള വാഹനം വിളിക്കുന്ന തിരക്കാണ്. എന്നാൽ ഇവിടുന്ന് ആരും ഉസ്താദ് സലാത്ത് ചൊല്ലിയിട്ട് അവസാനം പിരിച്ചുവിട്ടാലേ പോവുള്ളൂ. ഇതൊക്കെ തന്നെ ഇത് വലിയ ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതവും ഭാഗ്യവുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫള് കൊണ്ട് നമുക്കെന്നും നിലനിർത്തി തരട്ടെ. മഹാനായ ഉസ്താദ് അവറുകളുടെ ആ സാന്നിധ്യവും ആ മുഖത്ത് നോക്കിയിരിക്കാനുള്ള ഭാഗ്യവുമൊക്കെ വളരെ ദീർഘകാലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ടും സമയത്തിൻ്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് എൻ്റെ ചെറുവാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.